ഹായ് ഗൈസ്, ഇപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ മഴ ശക്തമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഇന്നലെ കുറച്ച് ശമനം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ മഴ നിന്നിട്ടില്ല, ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഇത് വെച്ച് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ മഴ ഇനിയും തുടരും. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ പലയിടങ്ങളിലായിട്ട് ഹൈവേ ഒക്കെ പൊളിഞ്ഞു വരുവാണ്. എന്തായിരിക്കും ഇതിന് കാരണം? എനിക്ക് മനസ്സിലായിടത്തോളം അശാസ്ത്രീയമായ രീതിയിലുള്ള പണികൾ തന്നെയായിരിക്കണം. വികസനം വേണം, വികസനം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് സുസ്ഥിരമായ വികസനമായിരിക്കണം വേണ്ടത്. സുസ്ഥിര വികസനം എന്തെന്നാൽ പ്രകൃതിയെ ബാധിക്കാത്ത രീതിയിലുള്ള വികസനമാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് പണ്ട് ഞാൻ ചെറുപ്പകാലത്ത് ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ഒരാഴ്ചത്തോളം നിർത്താതെയുള്ള ശക്തമായ മഴ തന്നെയാണ് പെയ്തത്. ആ സമയത്തൊന്നും ഈ പ്രളയവും ഫ്ലഡൊന്നും വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് ഇത്ര വികസനമില്ല. ഇന്നിപ്പോൾ നോക്കൂ, ഹൈവേസിനൊന്നും വെള്ളത്തിനൊന്നും പോകാൻ വഴികളില്ല. വെള്ളം ഒലിച്ചു പോകാൻ എവിടെ സ്ഥലമില്ല. അപ്പോൾ വെള്ളം അവിടെ കെട്ടിക്കിടക്കും, ആ കവിഞ്ഞൊഴുകും. ആ താഴെയുള്ള സർവീസ് റോഡുകൾ പിന്നെയും കെട്ടിക്കിടക്കും. ഇതൊക്കെയാണ്. പണ്ടൊക്കെ വെള്ളം ഇത്രയും മഴ പെയ്താലും ആ വെള്ളമൊക്കെ പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ സ്ഥലങ്ങളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മഴ പെയ്യുമ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ. പിന്നെ നല്ല രീതിയിലുള്ള പാളിച്ച പറ്റിയിട്ടുണ്ട് ഈ ഹൈവേ റോഡുകൾ പണിയുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ റോഡുകൾ പൊളിയുന്നത്. ഇനിയും പൊളിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം കൺസ്ട്രക്ടർ പറഞ്ഞത് ശരിയാണ്. എങ്ങനെയാണ് ഇത്രയും ഹൈറ്റിൽ ഇത്ര പോലെ വീതിയുള്ള ഒരു സാധനം താങ്ങിക്കുക? അപ്പോൾ മെയിനായിട്ട് പാളിച്ച പറ്റിയത് നിർമ്മാണത്തിൽ കുറേ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഓവർബ്രിഡ്ജ് കെട്ടാൻ വേണ്ടി പുഴകളൊക്കെ ഭാഗികമായി തടഞ്ഞു വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും മഴ പെയ്യുമ്പോൾ, ഇത്രയും വെള്ളം വരുമ്പോൾ അതൊക്കെ കവിഞ്ഞൊഴുകുക തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ഈ ശക്തമായ മഴ ഇനിയും തുടരും. അപ്പോൾ എല്ലാവരും സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്, കുട്ടികളൊക്കെ സൂക്ഷിച്ചു പോവുക. ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. മഴ ഇനിയും ശക്തമായി തുടരും. ഇപ്രാവശ്യം നല്ലപോലെ മഴ ലഭിക്കും. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ ബൈ.